കേരളത്തെ മാറ്റിമറിച്ച അശ്വമേധം തകർന്നടിഞ്ഞ ഒരു പടയെ ചാരത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ച സേനാപതി 5 വർഷത്തെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം ഇന്ന് വി ഡി സതീശനെ കേരളത്തിന്റെ ഭരണചക്രത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. KSU എന്ന കരുത്തുറ്റ പോരാട്ട വീര്യത്തിന്റെ പാഠപുസ്തകത്തിൽ നിന്നും കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിലേക്ക് വി ഡി സതീശൻ എന്ന VDS. നമുക്ക് കാണാം ഈ വിജയഗാഥ. തകർന്നുപോയ UDF-നെ കൈപിടിച്ചുയർത്തിയ നായകൻ വി ഡി സതീശൻ മുഖ്യമന്ത്രി കസേരയിലേക്ക് നടന്നു കയറുന്നത് ചരിത്രം കുറിച്ചുകൊണ്ടാണ്. കഴിഞ്ഞ 5 വർഷം സഭയിലും പുറത്തും പിണറായി സർക്കാരിനെ മുൾമുനയിൽ നിർത്തിയ പോരാട്ടം. മുൻപ് പലപ്പോഴും മുഖ്യമന്ത്രിയായിരുന്നു അജണ്ട നിശ്ചയിച്ചിരുന്നതെങ്കിൽ ഇക്കുറി കളി മാറ്റിമറിച്ചത് സതീശനായിരുന്നു. ഇടതുപക്ഷം പോലും സതീശന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെ മറുപടി പറയാൻ ഓടിയ കാഴ്ച നാം കണ്ടു. തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാടും കണ്ട ആ വിജയതന്ത്രങ്ങൾ കേരളം മൊത്തം പ്രതിഫലിച്ചു. മറ്റൊരു നേതാവിനും അവകാശപ്പെടാനില്ലാത്ത ശൈലിയാണ് സതീശന്റേത്. ഉറച്ച നിലപാട്, മൂർച്ചയുള്ള വാക്കുകൾ. സമുദായ നേതാക്കളുടെ വഴിവിട്ട ഇടപെടലുകളോട് വിട്ടുവീഴ്ച ചെയ്യാത്ത ആ ശൈലി അദ്ദേഹത്തിന് ശത്രുക്കളെയും ആരാധകരെയും ഒരുപോലെ നൽകി. തേവര SH കോളേജിലെ KSU നേതാവായി രാഷ്ട്രീയ രംഗത്തേക്ക് നടന്നു കയറി. തേവര സേക്രഡ് ഹാർട്ട് കോളേജിൽ ആർട്സ് ക്ലബ് സെക്രട്ടറി, MG സർവകലാശാല വൈസ് ചെയർമാനൊപ്പം NSU ദേശീയ നേതാവായി ഉയർന്നു. KPCC വൈസ് പ്രസിഡന്റ് സ്ഥാനം അടക്കം നിരവധി ഉത്തരവാദിത്തങ്ങളിലൂടെ കടന്നുപോയി. KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രധാന സ്ഥാനങ്ങൾ മാത്രമല്ല, KPCC പ്രസിഡന്റ് സ്ഥാനവും കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ടു. 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ മന്ത്രിസ്ഥാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അവിടെയും ഗ്രൂപ്പ് സമവാക്യത്തിനൊടുവിൽ തഴയപ്പെട്ടു. അപ്രതീക്ഷിതമായി കൈവന്ന പ്രതിപക്ഷ നേതാവ് സ്ഥാനം VDS എന്ന കരുത്തുറ്റ നേതാവിനെ സൃഷ്ടിച്ചു. ഇടത് കോട്ടയായിരുന്ന പറവൂരിൽ തുടർച്ചയായി 2 വട്ടം ജയിച്ച CPIയുടെ P രാജുവിനോട് 1996 തെരഞ്ഞെടുപ്പിൽ 1116 വോട്ടുകൾക്ക് തോറ്റ വി ഡി സതീശൻ 2001 അദ്ദേഹത്തെ 7434 വോട്ടുകൾക്ക് തോൽപ്പിച്ച് ആദ്യമായി നിയമസഭയിലേക്ക്. പിന്നീട് ഒരിക്കലും പറവൂർ VDയെയും VD പറവൂരിനെയും കൈവിട്ടിട്ടില്ല. 2010 ലോട്ടറി മാഫിയയ്ക്കെതിരായ പോരാട്ടം, സാന്റിയാഗോ മാർട്ടിനെതിരെയുള്ള കടന്നാക്രമണത്തിലൂടെ പ്രതിപക്ഷ നിരയെ വിറപ്പിച്ചു. ഭരണപക്ഷത്തിരിക്കുമ്പോൾ പോലും പരിസ്ഥിതിക്കും നീതിക്കും വേണ്ടി സ്വന്തം പാർട്ടിക്കുള്ളിൽ കലഹിച്ച ഗ്രീൻ പൊളിറ്റിക്സിന്റെ വക്താവ്. ഗാഡ്ഗിൽ റിപ്പോർട്ടിലും മെത്രാൻ കായൽ വിഷയത്തിലും സതീശൻ എടുത്ത നിലപാട് കോൺഗ്രസ് നേതാക്കളെ പോലും ചൊടിപ്പിച്ചു. 1964 മെയ് 31 എറണാകുളം ജില്ലയിലെ നെട്ടൂരിൽ ജനനം. വടശ്ശേരി ദാമോദര മേനോന്റെയും വിലാസിനി അമ്മയുടെയും മകൻ. സോഷ്യോളജിയിലും നിയമത്തിലും ബിരുദധാരി. പാർലമെന്ററി രാഷ്ട്രീയത്തിന് മുൻപ് ഹൈക്കോടതിയിൽ അഭിഭാഷകനായും പ്രാക്ടീസ് ചെയ്തു. പറവൂർ എന്ന തന്റെ കോട്ടയിൽ നിന്ന് തുടർച്ചയായ 6ാം തവണയും ലീഡ് ഉയർത്തി നിയമസഭയിലെത്തുമ്പോൾ അത് ഒരു അജേയമായ യാത്രയായി മാറുന്നു. കൂട്ടിനു നിഴലായി ഭാര്യ ലക്ഷ്മിപ്രിയയും മകൾ ഉണ്ണിമായയും ഉണ്ട്. ഇനി സതീശൻ ശൈലിയുടെ കാലം. പ്രതിപക്ഷ നേതാവിൽ നിന്നും ഭരണാധികാരിയിലേക്കുള്ള മാറ്റം. കോൺഗ്രസിലെ തലമുറ മാറ്റം പൂർത്തിയാക്കി കേരളത്തിന്റെ ഭരണചക്രം ഇനി VDSന്റെ കൈകളിൽ ഭദ്രം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.